നമസ്കാരം, അക്ഷരപ്പുലരിലേക്ക് സ്വാഗതം. നമ്മളിപ്പോഴുള്ളത് ഷാർജ ചിൽഡ്രൻസ് റീഡിംഗ് ഫെസ്റ്റിലാണ്. ഇവിടെ ഒരു കുഞ്ഞു എഴുത്തുകാരിയായിട്ട് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് എമിറേറ്റ്സ് നാഷണൽ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി ആര്യ ജെ അപ്പുവാണ്. ആര്യയെ കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം. ആര്യ, ഇവിടെ നാട്ടിലെവിടെയാണ്? ട്രിവാൻഡ്രത്താണ്. അച്ഛനും അമ്മയും എന്ത് ചെയ്യുന്നു? അമ്മ ടീച്ചറാണ്, അച്ഛൻ കൺസ്ട്രക്ഷൻ മാനേജർ. ഇവിടെ ദുബായിലാണോ ഷാർജയിലാണോ? ദുബായിലുണ്ട്, ഷാർജയിലുണ്ട്. താമസം ഷാർജയില്. അമ്മ വർക്ക് ചെയ്യുന്നത്? അമ്മ വർക്ക് ചെയ്യുന്നത് ഇവിടെ ദുബായിൽ ഒരു സ്കൂൾ, സെന്റ് മേരീസ് എന്ന് പറയുന്നത്. അതെ അല്ലേ. പിന്നെ വീട്ടിലാരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിൽ ഇവിടെ ചേച്ചിയുണ്ട്. ചേച്ചി എമിറേറ്റ്സ് നാഷണൽ സ്കൂളിൽ തന്നെയാണ്. അമ്മയും അച്ഛനും. നാട്ടിലാണെങ്കിൽ അപ്പാപ്പനും അമ്മ. അപ്പാപ്പ മമ്മിയുണ്ട്. ഒരു എഴുത്തുകാരി എന്നുള്ള ഫീലിംഗ് ഒക്കെ തോന്നുന്നുണ്ടോ? ഉണ്ട്. ആദ്യമായിട്ട് പുസ്തകം പബ്ലിഷ് ചെയ്തത് ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിലാണ്. ഇതാണ് പുസ്തകം, മൈ ഫസ്റ്റ് ബുക്ക് ഓഫ് പോംസ് എന്നുള്ളതാണ്. ഈ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ എനിക്കും പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ് ആര്യയെ ഞാൻ പരിചയപ്പെടുന്നത്. അങ്ങനെയല്ല, ആര്യയെ ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ ഞാൻ മുന്നേ പരിചയപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ബസ്സിൽ വെച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ബസ്സിലിരിക്കുമ്പോൾ പുസ്തകം കൈപിടിച്ച ഒരു കുട്ടീനെ കണ്ടിട്ട് അങ്ങനെയാണ് ഞാൻ ആര്യനെ ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. ഓർമ്മയുണ്ടോ നമ്മൾ സംസാരിച്ചതൊക്കെ? നമ്മൾ സുധാമൂർത്തിനെ കുറിച്ചിട്ട് ഉള്ള ഒരു പുസ്തകമായിരുന്നു ആര്യയുടെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അന്ന് അത് ചോദിച്ചപ്പോൾ ആര്യക്ക് തരാൻ ഭയങ്കര മടിയായിരുന്നു അല്ലേ. നമ്മൾ പുസ്തകങ്ങളൊക്കെ കടം കൊടുക്കാൻ ഭയങ്കര എല്ലാവർക്കും മടിയാണ്. അതെന്തുകൊണ്ടാണ്? നമ്മൾ വായിച്ച് ഇഷ്ടപ്പെടുന്ന ഒരു പുസ്തകം അത് നമ്മൾ വേറൊരാൾക്ക് കൊടുക്കുമ്പം അയാൾ ചിലപ്പോൾ അത് കൂടുതൽ ഇഷ്ടപ്പെട്ട് ആ ബുക്ക് നമ്മളെ കണ്ട് ഇഷ്ടപ്പെട്ട് വായിക്കാൻ തുടങ്ങും. അപ്പോൾ അത് കാരണം ചിലപ്പോൾ തിരിച്ചു തരാൻ മടിക്കും. അവർ കൂടുതൽ ഇഷ്ടപ്പെട്ടോട്ടെ, പക്ഷെ എന്നാലും നമുക്ക് തിരിച്ചു തരണല്ലേ. അവർ വേറെ പുസ്തകം വാങ്ങിച്ചോട്ടെ, അതാണ് കറക്റ്റ്. ചിലപ്പോൾ കൊടുക്കാറുണ്ട്. ഓക്കെ. അപ്പം മൈ ഫസ്റ്റ് ബുക്ക് ഓഫ് പോംസ്, ഇത് എന്ന് മുതൽ എഴുതി തുടങ്ങി കവിതകളൊക്കെ? ഞാൻ ഈ കൊറോണ ടൈം വന്നപ്പോൾ എനിക്ക് ഒത്തിരി സമയം ഉണ്ടായിരുന്നു. സോ അപ്പം ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയിരുന്നു, വേറെ എന്റർടൈൻമെന്റ്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ കൂടുതൽ ബുക്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ വായന എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ഒരു പോയം എഴുതി. പിന്നെ ബാക്കിയുള്ള ബുക്കുകളൊക്കെ എനിക്ക് ഇങ്ങനെ പോയംസ് കൂടുതൽ എഴുതാൻ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ കുറേ എഴുതാൻ തുടങ്ങി. എന്താ ഫസ്റ്റ് എഴുതിയ പോമിന്റെ സബ്ജക്ട് എന്തായിരുന്നു? ഫസ്റ്റ് എഴുതിയ പോയം റെയിനിനെ കുറിച്ചാണ്, മഴ. എങ്ങനെയാണ് മഴയില്ലാത്തൊരു രാജ്യത്തിരുന്നു കൊണ്ട് മഴയെ കുറിച്ച് എഴുതാൻ പറ്റി? അത് ഞാൻ മിക്കപ്പോഴും നാട്ടിലെ അമ്മാമ്മയൊക്കെ വിളിക്കാറുള്ള, അപ്പോൾ അമ്മ പറയാനുള്ള നല്ല മഴയാണ്. അപ്പോൾ അതിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് തോന്നി. മഴ കണ്ടിട്ടുണ്ടോ? നാട്ടിലത്തെ മഴ കണ്ടിട്ടുണ്ടോ? ഇവിടുത്തെ ഗൾഫിലെ മഴ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ അടുത്ത് പ്രളയം പോലെയൊക്കെ ഒരു വലിയൊരു മഴയൊക്കെ വന്നുള്ളൂ അല്ലേ. അപ്പം എന്ത് തോന്നുന്നു മഴയെ കുറിച്ചിട്ട്? ആ ഒരു നാടിന്റെ മഴയാണോ നല്ലത്, അല്ലെങ്കിൽ ഇവിടുത്തെ മഴയാണോ, വല്ലപ്പോഴും കിട്ടുന്ന ഈ ഒരു മഴയാണോ നല്ലത്? ഏത് മഴയെ ഫീൽ ചെയ്യുന്നേ? എനിക്ക് പൊതുവെ നാട്ടിലത്തെ മഴയാണ് ഇഷ്ടം. എന്താ വെച്ചാൽ നാട്ടിലെ ആ ഒരു പച്ചപ്പും ആ ഒരു സ്ഥലത്ത് മഴ എന്ന് പറയുമ്പോൾ നല്ല രസമാണ്. മഴ നനഞ്ഞിട്ടുണ്ടോ? ഇല്ല. അത് കണ്ടിട്ടുണ്ട്. പിന്നെ നാട്ടിലത്തെ എന്തൊക്കെയാ ഇഷ്ടം? പിന്നെ നാട്ടിലത്തെ ഈ ഒരു അറ്റ്മോസ്ഫിയർ. ഇവിടെ മഴ പെയ്യുന്നത് നല്ലതാണ്, നമുക്ക് ഹോളിഡേ കിട്ടും. അതാണ് മെയിൻ കാര്യം. അതല്ലാതെ മഴയെ നമുക്ക് ചൂട് അല്ലെങ്കിൽ ഒരു നനവ്, എന്താ മഴ എന്നുള്ള സബ്ജക്റ്റ് ആണ് ആദ്യം എഴുതിയത്. എന്താ അറിയോ? അത് എന്താന്ന് ചൊല്ലാൻ അറിയോ? പറയാ അറിയോ? എന്തൊക്കെ വരികളാ, എന്തൊക്കെ എഴുതിയിട്ടുള്ളതിലെ മഴ എന്നുള്ളതിലെ? മഴ എങ്ങനെയാണ് പ്ലാന്റ്സിനെയൊക്കെ നല്ല വളർത്തിയെടുക്കുന്നത്, അതൊരു നല്ലൊരു ക്ലീൻ എൻവയൺമെന്റ്, ഫ്രഷ് എൻവയൺമെന്റ് വരും. പിന്നെ ആ ഒരു സൗണ്ട്, അതിനെ കുറിച്ചുള്ള അതൊക്കെ ആണല്ലേ. ഇപ്പം ഹോപ്പ് എന്നുള്ള ഒരു കവിതയാണ് ഈ പുസ്തകത്തിലെ അവസാന ഭാഗത്തേക്കൊക്കെ വരുമ്പോഴുള്ളത്. എന്താണ് ആര്യയുടെ ഹോപ്പ്? എന്താണ്? എനിക്ക് നമ്മളിങ്ങനെ ലൈഫിൽ പല പ്രാവശ്യം ഇങ്ങനെ നമുക്ക് ഡൗൺ ആകുമ്പോൾ നമുക്ക് നല്ല ഹാപ്പിനെസ് വരണം. അപ്പോൾ നമുക്ക് ഹോപ്പ് എന്നുള്ളൊരു ആ ഒരു ചിന്ത വരണം. അപ്പോൾ നമ്മൾ ഹാപ്പി ആവും. കൂടുതൽ ഡൗൺ ആകുമ്പോഴൊക്കെ അങ്ങനെ ഒരു പ്രതീക്ഷ വരാറുണ്ട്. അപ്പോഴൊക്കെ കവിത എഴുതാറുണ്ടോ? അപ്പോൾ ചിലപ്പോൾ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ എഴുതാറുണ്ട്. ഏത് ഫീലിങ്സ് ഏറ്റവും കൂടുതൽ നമ്മൾ വന്ന് മുട്ടാറുള്ളത്? ഏത് ഫീലിങ്സാണ് കൂടുതൽ? സന്തോഷമാണ്. വെരി ഗുഡ്. ഒരു കുട്ടി എന്ന നിലയിൽ ഒരു എഴുത്ത് ലോകത്തേക്ക് വരുമ്പോൾ എന്തൊക്കെ സ്ട്രഗിൾസാണ് ഫീൽ ചെയ്യുന്നത്?
എഴുത്തിൻ്റെതായ ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. അവിടെ സ്കൂളിൽ നന്നായിട്ട് വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്കൂളാണ്. അപ്പോൾ ലൈബ്രറിയിലൊക്കെ പോവാറുണ്ടോ? ലൈബ്രറി പോകാറുണ്ട്. ലൈബ്രറിയിൽ പോയിട്ട് എന്ത് ബുക്സുകളാണ് കൂടുതൽ എടുക്കാറ്? എനിക്ക് മോസ്റ്റ്ലി ഫിക്ഷൻ ബുക്സ് ആണ് ഇഷ്ടം. ആ അവിടെ ടീച്ചർ ബ്രേക്ക് ടൈമിലൊക്കെ എടുക്കാൻ പോകാറുണ്ട്. അങ്ങനെ ബുക്ക് വായിക്കും. അങ്ങനെ അപ്പം സ്കൂളിൽ പ്രാവശ്യം വായനയെ വളർത്തുന്ന ഒരു വർഷമായിട്ടാണ് പ്രിൻസിപ്പൾ സാറ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു അവസരം വരുമ്പോൾ ആര്യ ഒരു അതിനുശേഷം സാർ അത് ഈ വർഷം നമ്മൾ അങ്ങനെയാണെന്ന് പറഞ്ഞതിന് ശേഷം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഞാനിപ്പം ഒരു പുസ്തകം എടുത്ത് ലൈബ്രറിയിൽ നിന്ന്. അത് ഞാൻ വായിച്ച രണ്ടാമത്തെ പുസ്തകമാണ്. അത് ഞാൻ വായിച്ചോണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് റിവ്യൂ എഴുതിയോ? ആദ്യം വായിച്ച ബുക്കിനെ കുറിച്ച് റിവ്യൂ എഴുതി. എന്ത് കഥയാണോ കവിതയാണോ? ഒരു ഇച്ചിരി 5 കുട്ടികളുണ്ട്. അവര് ഒരു മിസ്റ്ററി സോൾവ് ചെയ്യുന്നതായിട്ട്. ആരായിരുന്നു റൈറ്റർ? എന്താ അതിന്റെ കണ്ടന്റ്? എന്താ കണ്ടന്റ്? ഞാൻ പറഞ്ഞ ഇങ്ങനെ ഒരു ഹോളിഡേയ്സിന് പോവായിരുന്നു. അപ്പൊ അവിടെ അവർക്ക് ഒരു കോട്ടേജിൽ ചെന്ന് എത്തിപ്പെടും. സോ അവിടെ കുറെ ആൾക്കാർ അവിടെ ബ്ലൂ പ്രിന്റ്സിന് വേണ്ടി സെർച്ച് ചെയ്യായിരുന്നു. സോ അത് വരെ റിപ്പോർട്ട് ചെയ്യും പോലീസിന്. ഇതൊക്കെ ആരുടെയെങ്കിലും ഡിസ്കസ് ചെയ്യാറുണ്ടോ? കൂട്ടുകാരോടോ വീട്ടിലോ ഒക്കെ വായിക്കുന്ന പുസ്തകങ്ങളെ കുറിച്ച് ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ പറയാറുണ്ട്. പിന്നെ അപ്പാപ്പനാണ് എനിക്ക് ബുക്ക് വാങ്ങിച്ചു തരാറുള്ളത്. അപ്പാപ്പൻ ഇംഗ്ലീഷ് ബുക്സ് വാങ്ങിച്ചു തരും. അപ്പൊ ഞാൻ അപ്പാപ്പനും ഈ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പാപ്പൻ മലയാളത്തിലെ കഥകൾ പറഞ്ഞു തരാറുണ്ടോ? അമ്മാമ്മയാണ് പറഞ്ഞു തരാറ്. എന്ത് കഥകളാണ് പറഞ്ഞു തന്നിട്ടുള്ളത്? വല്ലത് ഓർമ്മയുണ്ടോ? കൊച്ചിലെയാണ്. ഓക്കെ. അപ്പൊ മലയാളം പഠിക്കണ്ടേ? ഒരു മലയാളി എന്ന നിലയിൽ മലയാള കഥകൾ അറിയണ്ടേ? അപ്പോൾ തീർച്ചയായിട്ടും അതിലൊരു സങ്കടം തോന്നുന്നുണ്ടോ മലയാളം കിട്ടാത്തതിലും വായിക്കാത്തതിലും? ഇപ്പോൾ 8ാം ക്ലാസ് ആയല്ലോ. അപ്പോൾ മലയാളം പഠിക്കുന്നുണ്ടോ? മലയാളം പുസ്തകങ്ങൾ വായിക്കാൻ നോക്കാറുണ്ട്. അക്ഷരമാലയൊക്കെ അറിയും പഠിച്ചിട്ടുണ്ട്. അതാരാ പഠിപ്പിച്ചേ? സ്വയം പഠിച്ചേ. അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മലയാളം നമ്മുടെ മദർ ടങ് ആയതുകൊണ്ട് അത് അറിഞ്ഞിരിക്കണം. അപ്പം അതുകൊണ്ട് അപ്പോൾ മലയാളം സ്കൂളിൽ വരുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. എന്താ വെച്ചാൽ ഇപ്പോഴത്തെ എല്ലാവരും ഇംഗ്ലീഷും ഹിന്ദിയും ആ ഒരു ഇതിനകത്താണ്. സോ മലയാളം നമ്മൾ നാട്ടിൽ നിന്നുള്ള കുട്ടികളായതുകൊണ്ട് മലയാളം അറിഞ്ഞിരിക്കണം. തീർച്ചയായിട്ടും അല്ലേ? അപ്പം അതിലും കുറേ കഥകളുണ്ട്, കവിതകളുണ്ട്, നോവലുകളുണ്ട്. അപ്പം അവരെയൊക്കെ തിരിച്ചറിയാനും അതിലത്തെ ഒരു എഴുത്തുകാരിയായിട്ട് മാറാൻ ആഗ്രഹമുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം ഇനിയും പുസ്തകം എഴുതാൻ ആഗ്രഹമുണ്ടോ? എഴുതി തുടങ്ങിയോ? ഈയിടെയായിട്ട് ഞാൻ കുറച്ച് പോയംസ് എഴുതി. എന്താ അതിന്റെ കണ്ടന്റ് ഒക്കെ? എന്താ അതിന് മോസ്റ്റ്ലി മഴയിലുള്ള മേഘങ്ങള്, അതൊക്കെ. ആകാശമാണ് കൂടുതൽ ഇഷ്ടം, മഴയാണ് കൂടുതൽ ഇഷ്ടം, മാത്രമല്ല നേച്ചറാണ് കൂടുതൽ ഇഷ്ടം. മൈ ഫസ്റ്റ് ബുക്ക് ഓഫ് പോംസ്. അപ്പം ഇതിലെ മുത്തച്ഛൻ്റെയും മുത്തശ്ശി വീട്ടിൽ ജോലി ചെയ്യുന്നത് സാധാരണ അമ്മമാരുടെ ജോലിയെക്കുറിച്ചാണ് എല്ലാവരും പറയാറുള്ളത്. ഇപ്പം അമ്മ ബിസിയാണ്, അമ്മ അടുക്കളയിലാണ്. പക്ഷെ ഇതിലെ ആര്യ പറഞ്ഞിട്ടുള്ള അച്ഛനെ കുറിച്ചാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? അച്ഛനും എന്നെ ബുക്ക് എഴുതാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഞാൻ മിക്കപ്പോഴും രണ്ടുപേരുടെയും കൂടെ ഒരുപാട് സംസാരിക്കാറുണ്ട്. അപ്പം ആ ഒരു മെമ്മറീസ് ഒക്കെ റീക്രിയേറ്റ് ചെയ്തിരുന്നു. എനിക്ക് ഈ കവിതകളൊക്കെ വായിച്ചപ്പോൾ തോന്നിയത്, ഇപ്പോൾ വായിക്കുമ്പോൾ നമ്മൾ കൊച്ചുകുട്ടിയുടെ ഒരു പുസ്തകമാണ്. പക്ഷേ അവർ കാണുന്ന ലോകം, അവർ ഇമാജിൻ ചെയ്യുന്ന ലോകമൊക്കെ കുറച്ചുകൂടി വലുതാണ്. അപ്പം അവർക്ക് കൂടുതൽ അനുഭവങ്ങളും അറിവുകളൊക്കെ കിട്ടുകയാണെങ്കിൽ ആര്യയെ പോലുള്ള ഒരു കുട്ടിക്കൊക്കെ എഴുത്തിൻ്റെ മേഖലയിൽ ഒരുപാട് സംഭാവന ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെന്ത് വേണം? നന്നായിട്ട് വായിക്കണം അല്ലേ? ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ നമ്മുടെ വായനയെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ റീഡർ ഇസ് എ ലീഡർ എന്നാണ് പറയുക അല്ലേ? ഒരു സമൂഹത്തിലേക്ക് കടന്നു വരുന്ന ഒരാൾ മറ്റുള്ളവർക്ക് ഒരു മുന്നോട്ട് നയിക്കാനുള്ള ഒരാളായിട്ട് മാറണമെങ്കിൽ അറിവുണ്ടാവണമെങ്കിൽ എന്ത് വേണം? വായിക്കണം. കുഞ്ഞുണ്ണി മാഷ് ഇതിനെക്കുറിച്ചൊരു വരികൾ പറഞ്ഞിട്ടുണ്ട്. അറിയോ? കുഞ്ഞുണ്ണി മാഷ് കേട്ടിട്ടുണ്ടോ? വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പം വായനയെ കുറിച്ചിട്ട് ഒരുപാട് നമ്മുടെ ലോകത്ത് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ആര്യ, നമ്മളിപ്പോൾ എഴുത്തിൻ്റെ ലോകത്തേക്ക് വരുമ്പോൾ അത് എന്താ പറയുക, ഒരുപാട് തെറ്റുകളുണ്ടാവും നമ്മൾ എഴുതുന്നതിൽ. അപ്പോൾ പുസ്തകമാക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പേടിയൊക്കെ ഉണ്ടാവില്ലേ? അങ്ങനെ വല്ലതൊക്കെ തോന്നിയിട്ടുണ്ടോ ഈ ഒരു പുസ്തകമാക്കുമ്പോൾ? ഉണ്ടാകുന്നുണ്ട്. എന്താ വെച്ചാൽ ഞാനത് വളരെ ഒരു 9-10 വയസ്സുണ്ടായിരുന്നപ്പോൾ എഴുതിയതാണ്. അപ്പം കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ കാണുമായിരിക്കും. അപ്പം ഞാൻ അമ്മയെടുത്ത് കുറച്ച് കറക്റ്റ് ചെയ്യാറുണ്ട്, പിന്നെ ചേച്ചി ഹെൽപ്പ് ചെയ്യാറുണ്ട്. എന്നാലും ഇപ്പോൾ പലരും പറയും അത് വലിയ സ്റ്റാൻഡേർഡ് ഒന്നുമില്ല,
അത്രയ്ക്ക് പോരാ എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ അതൊരു പുസ്തകമായിട്ട് മാറുമ്പോൾ നമുക്കതൊരു വലിയൊരു കോൺഫിഡൻസ് ആണ് അല്ലേ? അങ്ങനെ കൂടുതൽ വായിക്കാനും എഴുതാനൊക്കെ തോന്നുമ്പോൾ, അതും പ്രത്യേകിച്ച് ഷാർജ പുസ്തകോത്സവത്തിൽ ഈ പുസ്തകം പബ്ലിഷ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് അടുത്ത പുസ്തകോത്സവത്തിന് ഒരു പുസ്തകം ഇറക്കണം എന്നുള്ളൊരു ഫീൽ തോന്നുന്നുണ്ടാവും. തീർച്ചയായിട്ടും ഇവിടുത്തെ എഴുത്തുകാരൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ ഇപ്പം കുട്ടികൾ ഭൂരിഭാഗവും നന്നായി വായിക്കുന്നവരാണ്. ഇപ്പോൾ മിക്ക കുട്ടികളുടെ കയ്യിലും ഒരു പുസ്തകമെങ്കിലും ദിവസം കയ്യിൽ ഞാൻ സ്കൂളിലാണെങ്കിലും കാണാറുണ്ട്. അപ്പം അങ്ങനെ ഒരു വായനാശീലം എങ്ങനെയാണ് വന്നേ ശരിക്കും പറഞ്ഞാൽ? അതെന്തായിരിക്കും? നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ കൊറോണ ടൈമിലാണ് ഞാൻ ആദ്യമായിട്ട് ബുക്സ് വായിക്കാൻ തുടങ്ങിയത്. അല്ല മോനെ, ഞാൻ ചോദിക്കുന്നത് സാധാരണ ഇവിടെ എല്ലാ കുട്ടികളും വായിക്കുന്നു, അതിപ്പോൾ കൊറോണ ടൈം വന്നുകൊണ്ട് മാത്രമാവോ, അതല്ലെങ്കിൽ നമ്മളുടെ ഇവിടെ വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം ഉള്ളത് കൊണ്ടാണോ? ഇവിടെ വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം ഉള്ളതുകൊണ്ടാണ്. ഇവിടെ പിന്നെ കുട്ടികളൊക്കെ മോസ്റ്റ്ലി അവർക്ക് ബുക്സ് ആണ് ഇഷ്ടം. കാരണം ഇവിടെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒക്കെ കുറവാണ്. നാട്ടിലത്തെ കണക്ക് നമുക്ക് കളിക്കാനൊന്നും കഴിയില്ല. സോ അതുകൊണ്ട് ഈ ഫോൺ ഉപയോഗിച്ചൊക്കെ നടക്കുമ്പോൾ കുട്ടികൾ ബുക്സ് വായിക്കാൻ തുടങ്ങും. നാട്ടിൽ ശരിക്കും എല്ലാവരും ഫോണിന്റെ അഡിക്റ്റ് ആണ്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് വേഗം ഫോൺ മടുത്തൂല്ലേ? അപ്പൊ മടുക്കണതാണ് നല്ലത്. നമ്മൾ എന്ത് പറയുന്ന അക്ഷരത്തിലേക്ക് വരുന്നു. അക്ഷരം എന്ന് പറയുന്നത് ജീവനുള്ളതാണ്. പുസ്തകം എന്ന് പറയുന്നത് ഓൺലൈൻ പുസ്തകങ്ങളാണോ ഇഷ്ടം, അല്ലെങ്കിൽ ഈ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ പേജുകളിൽ സൂക്ഷിക്കപ്പെടുന്ന അക്ഷരങ്ങളാണോ കൂടുതൽ ഇഷ്ടം? പുസ്തകമാണ് ഇഷ്ടം. അതിൻ്റെ മണമൊക്കെ ഇഷ്ടമാണ് അല്ലേ? ഇപ്പം ഇതിലെ ദ റെയിനി ഡേ, അൺടൈഡി ഹോം, ഗ്രീനറി, ദ കളർഫുൾ ആർട്ട് വർക്ക് ബൈ ഗോഡ്, ഇങ്ങനെ ഇതൊക്കെ ഇതിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോഴൊക്കെ എന്താ പറയുക, ജീവിതത്തിലെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. പക്ഷെ അതിനെക്കുറിച്ചൊക്കെ ആര്യ ശരിക്കും പറഞ്ഞാൽ ഒരു 10 വയസ്സ് മുതലാണ് എഴുതി തുടങ്ങുന്നത്. ഇപ്പോൾ മഴയെക്കുറിച്ചാണെങ്കിൽ ഒരു 10 വയസ്സിലാണ് തുടങ്ങുന്നത്. അന്ന് എത്രാം ക്ലാസ്സിലായിരുന്നു? 5-ലോ? ഞാൻ 4th-ലായിരുന്നു. അപ്പം അന്ന് മുതൽ എഴുതി തുടങ്ങിയത് ഒരു സ്വപ്നമായിട്ട്, ഒരു പുസ്തകമായിട്ട് പബ്ലിഷ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു പുസ്തകമൊക്കെ പബ്ലിഷ് ചെയ്തപ്പോൾ? എല്ലാവരും ഹാപ്പി ആയിരുന്നു. പിന്നെ അവർക്ക് വലിയൊരു കാര്യമായിരുന്നു. അവരുടെ ഫ്രണ്ട്സിലൊപ്പം ഉള്ള ഒരാൾ തന്നെ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തപ്പോൾ സന്തോഷമായിരുന്നു. പിന്നെ ഇനി എഴുത്ത് മേഖലയിലേക്ക് വരുന്ന കുട്ടികളോട് ആര്യ എഴുതുമ്പോഴുണ്ടായ ഒരു ഫീലിങ്സ്, അല്ലെങ്കിൽ ആര്യ അനുഭവിച്ച ആ ഒരു സന്തോഷമോ സങ്കടമോ എന്തോ ആവട്ടെ, എന്താണ് അവരോട് പറയാനുള്ളത് എഴുത്ത് മേഖലയെ കുറിച്ചിട്ട്? നമ്മൾ ഈ വരുന്ന തലമുറ മിക്കപ്പോഴും ഞാൻ പറഞ്ഞ കണക്ക് ഫോണൊക്കെയാണ് ഉപയോഗിക്കുന്നത്. സോ അവർ മോസ്റ്റ്ലി സോഷ്യൽ മീഡിയ ഒക്കെയാണ് ഇഷ്ടപ്പെടുന്നത്. പക്ഷെ നമ്മൾ ബുക്കുകൾ വായിച്ചാൽ അതിൽ കൂടുതൽ അറിവ് നമുക്ക് കിട്ടും. നമ്മൾ ലോകത്തിന് കൂടുതൽ അടുത്തറിയും. സോ ബുക്സ് വായിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരു വിരൽ തുമ്പത്താണ് ലോകം. അപ്പൊ അങ്ങനെ അറിയാൻ പറ്റില്ലേ? അപ്പൊ പുസ്തകം വായിച്ചാൽ മാത്രം മതിയോ? എന്താ അതിനെ കുറിച്ച് അഭിപ്രായം? നമുക്ക് സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. എന്താ വെച്ചാൽ നമുക്ക് ലോകത്ത് നടക്കുന്ന എല്ലാം സോഷ്യൽ മീഡിയ, ഇന്റർനെറ്റ് അതുവഴി അറിയാൻ പറ്റും. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മൾ ബുക്സും വായിക്കണം. ബുക്സ് വായിച്ചോണ്ട് ഈ ബുക്സ് പ്രിന്റിംഗ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താ? സോഷ്യൽ മീഡിയയിലാണെങ്കിൽ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കും. ബുക്ക് എന്ന് പറയുന്നത് കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിരിക്കും, അടുത്ത പ്രിന്റ് വരണം. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അതിൻ്റെ പോരായ്മ അല്ലെങ്കിൽ പ്ലസ് പോയിന്റ് എന്താ? അതിൻ്റെ ഒരു ഗുണവും ദോഷവും? സോഷ്യൽ മീഡിയയിലാണെങ്കിൽ നമ്മളിപ്പോൾ വായിച്ചത് അവിടെ തന്നെ സൂക്ഷിക്കപ്പെടുന്നുണ്ടോ? ചിലപ്പോൾ അത് ഡിലീറ്റ് ആയിട്ട് ആരെങ്കിലും അത് കളഞ്ഞിട്ടുണ്ടായിരിക്കും, അവരുടെ ആ ഒരു വർക്ക് അല്ലേ? അത് പിന്നെ നമുക്ക് ബുക്സിലാവുമ്പോൾ എന്താ ഗുണം? അതെ, അതിപ്പോൾ ഒരു ബുക്ക് എന്ന് പറഞ്ഞ ഒരു ബാങ്ക്, സോഷ്യൽ മീഡിയ ഒരു ബാങ്ക് പോലെ സേഫ് അല്ല അല്ലേ? അതൊരു ബുക്കാണെങ്കിൽ അതവിടെ അക്ഷരങ്ങൾ അത് നമ്മുടെ ഉള്ളിൽ, അതിൻ്റെ ഉള്ളിൽ ഹൃദയത്തിലും വരും, ആ പുസ്തകത്തിനുള്ളിൽ സ്ഥിരമായിട്ടിരിക്കുകയും ചെയ്യും അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും പുസ്തകങ്ങൾ നമ്മൾ വായിക്കണം. നമ്മുടെ ഏറ്റവും വലിയ കൂട്ടുകാരായിരിക്കണം, പുസ്തകങ്ങളായിരിക്കണം. അങ്ങനെ തന്നെയല്ലേ ഫീൽ ചെയ്യുന്നത്? തീർച്ചയായിട്ടും. അപ്പം ജീവനുള്ള അക്ഷരങ്ങൾ, ഈ പ്രകൃതി, അപ്പം ഇങ്ങനെ എഴുതുമ്പോൾ നമ്മളെ ഇമാജിനേഷൻ നന്നായിട്ട് ചിന്തിക്കാനുള്ള ശേഷി കൂടുന്നുണ്ടോ? ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. നമ്മൾ ഓരോരോ ടോപ്പിക്സ് കിട്ടുമ്പോൾ നമ്മൾ അതിൽ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങും. ഞാൻ ഇങ്ങനെ ഒരു ടോപ്പിക് എടുക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ അമ്മയെടുത്ത് ചോദിക്കും, അച്ഛൻ്റെ അടുത്ത് ചോദിക്കും. അങ്ങനെ ആ ഒരു റിസർച്ച് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ കൂടുതൽ സെർച്ച് ചെയ്തിട്ടാണ് എഴുതുന്നത്. നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ നോളേജ് ആണ്. അപ്പം ഒരു 10 വരി എഴുതുന്നുള്ളെങ്കിലും
അതിനെക്കുറിച്ച് അച്ഛനോടും അമ്മയോടും സംസാരിക്കും. അത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കാൻ ശ്രമിക്കുമോ? ഉണ്ട്, ശ്രമിക്കാറുണ്ട്, ആ. വായിക്കാറുണ്ട്. സ്കൂളിൽ നിന്ന് ലൈബ്രറിയിൽ നിന്നൊക്കെ ബുക്സ് ഒക്കെ എടുക്കാറുണ്ട്. ഉണ്ട്. അത് നേരത്തെ പറഞ്ഞല്ലോ അല്ലേ. അപ്പം ഇനി എന്താ പറയുക, ഇനി എഴുതാൻ പോകുന്ന ടോപ്പിക്ക് ഇപ്പോൾ ഒരു പുസ്തകം മുഴുവൻ ഒരു വിഷയമായിരിക്കും, അല്ലെങ്കിൽ ഇതേപോലെ പല വിഷയങ്ങളായിരിക്കും? എനിക്ക് പല വിഷയങ്ങളായിട്ട് എഴുതുന്നതാണ് കൂടുതൽ താല്പര്യം. ഒരു വിഷയം നമ്മൾ ഒന്നിൽ പറ്റി ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ വേറെ വിഷയങ്ങളാണെങ്കിൽ നമുക്ക് കൂടുതൽ അന്വേഷിച്ചറിയാം. ഇത് ആരാ ഈ ബുക്കിന് പേരിട്ടതാരാ? ഇത് ഞാൻ തന്നെയാണ് തോന്നിട്ടത്. എന്താ വെച്ചാൽ ഞാൻ ആദ്യം എഴുതിയ ബുക്ക്. അപ്പോൾ ഞാനിത് ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷനായിട്ടായിരുന്നു സേവ് ചെയ്തത്. കാരണം എൻ്റെ കയ്യിലുള്ള പേപ്പേഴ്സൊക്കെ അതൊക്കെ കളഞ്ഞുപോയി. സോ അത് ഞാൻ ഒരു പവർ പോയിന്റിലാണ് ഇട്ടത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ടൈറ്റിൽ എടുത്തിരുന്നത് മൈ ഫസ്റ്റ് ബുക്ക് ഓഫ് പോയിംസ്. എന്നിട്ട് അതിനൊക്കെ കുറേ പിക്ചേഴ്സൊക്കെ ആഡ് ചെയ്തിരുന്നു അല്ലേ? അതൊക്കെ ചേർത്തിട്ട് സ്വന്തമായിട്ട് ഒരു ഇത് ചേർത്തിട്ടാണ് എഴുതിയത്. ഇതിൻ്റെ പുസ്തകം കവർ പേജ് ചെയ്തിരിക്കുന്നത് മലയാളത്തിലെ പ്രശസ്തനായ കവർ ചിത്രകാരൻ രാജേഷ് ചാലോടാണ്. അപ്പോൾ രാജേഷ് ചാലോടിനോടും സന്തോഷം രേഖപ്പെടുത്തുന്ന ഒരു കുട്ടിയുടെ എല്ലാ ഒരു ആങ്സൈറ്റിയും ഉൾക്കൊള്ളുന്ന കണ്ണുകളാണ് ഈ കവർ ചിത്രം എന്ന് പറയുന്നത് അല്ലേ. അപ്പം എന്തായാലും അടുത്ത പുസ്തകം ഏറ്റവും മനോഹരമായ വ്യത്യസ്തമായ മറ്റൊരു പുസ്തകമാവട്ടെ. ഒരുപാട് കൂട്ടുകാർ പുസ്തകങ്ങൾ വായിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവട്ടെ. അക്ഷരപ്പുലരിയിൽ ഇതേപോലെ ആര്യ സംസാരിക്കുന്ന പോലെ ഒരുപാട് കൂട്ടുകാരെ കൊണ്ടുവരണം. അവരോടൊക്കെ എഴുത്തിനെ കുറിച്ചും വായനയെക്കുറിച്ചും പറയണം. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് ഷാർജ കുട്ടികളുടെ പുസ്തകോത്സവത്തിലാണ്. എന്താണ് ഇവിടെ വന്നപ്പോൾ ഉണ്ടായ ആര്യയുടെ അനുഭവം എന്താണ്? ആദ്യമായിട്ടാണോ ഇതിലിപ്പോൾ വരുന്നത്, അല്ലെങ്കിൽ മുന്നേ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. എന്താ ഇവിടെ വന്നാൽ മെയിനായിട്ട് എന്താ ഫീൽ ചെയ്യുന്നത്? കൂടുതൽ ബുക്ക് സ്റ്റാളിലൊക്കെ കൂടുതൽ ബുക്സ് കാണാൻ പറ്റും, അത് വാങ്ങിക്കാറുണ്ട്. പിന്നെ ഇവിടെ വേറെ കൂട്ടുകാരൊക്കെ കൂടെ വരാറുണ്ടോ? സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ കൂട്ടുകാർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ടോ? ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് ഇതിനെ കുറിച്ചിട്ട്? ഉണ്ട്, ബുക്ക് ഫെയറിനെ കുറിച്ചൊക്കെ പറയാറുണ്ട് സ്കൂളിൽ. ഓക്കെ. അപ്പം ഇനി എന്തായാലും ഒരുപാട് എഴുതുന്ന ഒരുപാട് വായിക്കുന്ന നല്ലൊരു എഴുത്തുകാരിയും വായനക്കാരിയൊക്കെ ആയിട്ട് മാറാൻ പറ്റട്ടെ. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നിന്ന് വലിയ വലിയ കാര്യങ്ങൾ ചിന്തിക്കുന്ന പറയുന്ന ഒരു കുഞ്ഞു എഴുത്തുകാരിയിൽ നിന്ന് വലിയ എഴുത്തുകാരിയിലേക്ക് മാറാൻ സാധിക്കട്ടെ. അപ്പോൾ എല്ലാവിധ ഭാവുകങ്ങളും ഹൃദയം നിറഞ്ഞ ആശംസകൾ. താങ്ക് യു.